ലോകത്തിപ്പോൾ ധാരാളം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. നാറ്റോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു. കിം ജോങ് ഉൻ അടക്കം റഷ്യയ്ക്ക് സഹായവുമായി ചാടിയിറങ്ങുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വളരെയധികം ഗുരുതരമായേക്കാവുന്ന, അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ ഒരുപക്ഷെ നയിച്ചേക്കാവുന്ന ഒരു യുദ്ധം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ആര് തമ്മിലാണ്? യഥാർത്ഥത്തിൽ അത് ചൈനയാണ് തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ്. ലോകത്തിന് എന്തൊക്കെ ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ലോകം അഭിമുഖീകരിക്കുന്നു, അതെല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും തായ്വാനിൽ 10 ദിവസത്തെ സൈനികാഭ്യാസം നടക്കുന്നത് പ്രാദേശിക സംഘർഷങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിലയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തായ്വാൻ ചൈനയുടെ പ്രദേശമാണ് എന്നാണ് ചൈന പറയുന്നത്. അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ചൈന പറയുന്നു. പക്ഷേ തായ്വാൻ ഇപ്പോൾ ഒരു രാജ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയാണ് തായ്വാനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചൈന തായ്വാനെ മാത്രമല്ല, പല സ്ഥലങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. ടിബറ്റ് ഞങ്ങളുടേതാണ് എന്ന് ചൈന പറയുന്നുണ്ട്. ആ വിഷയമാണ് ദലൈലാമയുമൊക്കെ ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് ഇന്ത്യ ചൈനയെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ ചൈന മിണ്ടാതെ പോയത്. എന്തായാലും ഇപ്പോൾ തായ്വാൻ്റെ മെക്കിട്ട് കയറാനാണ് ചൈനയുടെ തീരുമാനമെന്ന് പറയുന്നത്. തായ്വാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൈന കാണുന്നത് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണോ പാക് അധീന കശ്മീർ, അതുപോലെയാണ് ചൈന തായ്വാനെ കാണുന്നത്. പക്ഷേ നമ്മൾ കാണുന്നതിന് അത് നമ്മുടെ പ്രദേശമായിരുന്നു എന്നുള്ള ഒരു ചരിത്രമുണ്ട്. എന്നാൽ ചൈനയ്ക്ക് തായ്വാൻ തങ്ങളുടെ പ്രദേശമൊന്നുമില്ല, മറ്റൊരു രാജ്യം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ചൈന നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചൈനയും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും തായ്വാനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ 2 വൻ ശക്തികളായ US-ഉം ചൈനയും താരിഫ് വ്യാപാര യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുക മാത്രമല്ല, തായ്വാൻ വിഷയത്തിൽ പോലും ഇപ്പോൾ അവർ ഭിന്നതയിലാണ്. 2 ദിവസം മുമ്പ് തായ്വാനെ ചൊല്ലി ചൈനയുമായി സംഘർഷമുണ്ടായാൽ ഏത് രാജ്യമാണ് തന്നെ പിന്തുണയ്ക്കുക എന്ന് ട്രംപ് അമേരിക്കയുടെ സഖ്യകക്ഷികളോട് ചോദിച്ചു. അദ്ദേഹത്തെ 2 പ്രധാന സഖ്യകക്ഷികൾ ട്രംപിന് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതേസമയം കിഴക്കൻ ഏഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് കാരണമായേക്കാവുന്ന ഒരു നടപടിയാണ് തായ്വാൻ സ്വീകരിച്ചിരിക്കുന്നത്. തലസ്ഥാനമായിട്ടുള്ള തായ്പേയിലെ വിമാനത്താവളത്തിന് സമീപം, തലസ്ഥാനമായിട്ടുള്ള തായ്പേയ്ക്കും മറ്റ് പ്രധാന നഗരങ്ങൾക്ക് ചുറ്റും ശനിയാഴ്ച മുതൽ തായ്വാൻ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം HIMARS ഇപ്പോൾ പോർട്ടബിൾ സ്റ്റിംഗർ മിസൈൽ ലോഞ്ചറുകളും ട്രക്ക് മൗണ്ടഡ് മിസൈൽ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഒരു യുദ്ധം തുടങ്ങാൻ പോവുക തന്നെയാണ്. അതായത് തങ്ങൾക്ക് ചുറ്റും അവർ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് നിരത്തി വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ചൈനയുമായുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്ന സമയത്താണ് തായ്വാൻ 41ാമത് ഹാൻ കുവാൻ സൈനികാഭ്യാസം ആരംഭിച്ചതെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ചൈന തായ്വാനെ തൻ്റേതാണെന്ന് കരുതുന്നു. തായ്വാൻ സ്വയം ഒരു സ്വതന്ത്രവും പരമാധികാരവുമായിട്ടുള്ള രാഷ്ട്രമായി കണക്കാക്കുന്നു. ഇത് തായ്വാനോടുള്ള ആഗോള സമീപനത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ചില രാജ്യങ്ങൾ തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുമുണ്ട്. അതിനാൽ ചില രാജ്യങ്ങൾ, അതായത് ഇന്ത്യ പോലുള്ളവ, തായ്വാനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇവർ അതിൻ്റെ വിദ്യാഭ്യാസ വാണിജ്യ യൂണിറ്റുകൾക്ക് അവരുടെ രാജ്യത്തെ ഒരു സ്ഥാനം നൽകുന്നു. അവരുടെ ആക്ടിവിസ്റ്റുകൾക്കും ഉദ്യോഗസ്ഥർക്കും എംബസികളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. എന്ത് തന്നെയായിരുന്നാലും തായ്വാനിലെ റിപ്പോർട്ട് പ്രകാരം US നിർമ്മിത മനുഷ്യ പോർട്ടബിൾ സ്റ്റിംഗർ മിസൈൽ ലോഞ്ചറുകളും അതിൻ്റെ വാഹന മൗണ്ടഡ് വേരിയൻറ്റും വഹിച്ചുകൊണ്ട് തായ്വാൻ പട്ടാളക്കാർ നിലവിൽ ഇപ്പോൾ റോഡുകളിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അവരിൽ HIMARS സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. യുക്രൈനെതിരെ റഷ്യൻ സൈന്യം ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കിഴക്കൻ ഏഷ്യ വീണ്ടും ചുവന്നു തുടങ്ങിയിരിക്കുകയാണ്. ലോകം അങ്ങനെ ആശങ്കാകുലരാണ്. കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ മരണമണി മുഴങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.